ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കണ്ണനാവും ഏറ്റവും കൂടുതൽ സന്തോഷം രാജീവ. ഇനിയിപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കമ്പ്യൂട്ടർ കൂടി പഠിക്കാൻ പോയിക്കഴിഞ്ഞാൽ വല്ല ചെക്കന്മാരും നിൻ്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നീ പോയി വേഗം കാര്യം പറയാൻ നോക്ക്, വച്ച് താമസിപ്പിക്കണ്ട, കാശി രാജീവനോട് പറഞ്ഞു. പറയണം. നീ കൺമണിയോട് ചോദിച്ച് ആ അമിട്ടിൻ്റെ ഫോൺ നമ്പർ ഒന്ന് വാങ്ങിത്തരുമോ? ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. രാജീവനും ഉത്സാഹമായി. അതൊക്കെ ഞാൻ ഏറ്റുമോനെ, നീയൊന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി. പിന്നെ ആ കൊച്ചിന് ഇത്തിരി സംശയം കൂടുതലുള്ള കൂട്ടത്തിലാണ്. അതൊക്കെ വിശദമായി നീ കേട്ട് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാശിയേട്ടാ, എനിക്കിന്ന് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ രാധയെ പഠിപ്പിക്കാമെന്ന് കാശിയേട്ടൻ പറഞ്ഞില്ലേ? അവളോട് എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയാണ്. പണ്ട് തിന്നാനും കുടിക്കാനും ഒന്നുമില്ലാതെ ഉറങ്ങിയ ദിവസങ്ങളിൽ എന്നെ വിളിച്ചുണർത്തി മുന്നിലേക്ക് ഭക്ഷണപാത്രം നീട്ടിവെച്ച് തന്നിട്ടുണ്ട് എൻ്റെ രാധ. വേണ്ടെന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കും. അങ്ങനെ തളർന്നു പോകാവുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ അവൾ എന്നെ താങ്ങി നിർത്തിയിട്ടുണ്ട്. പറയുമ്പോൾ പലപ്പോഴും അവളുടെ ഒച്ചയിടറി. കണ്ണാ, എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ഈ സങ്കടം? അതൊക്കെ കഴിഞ്ഞില്ലേ, കരയല്ലേ ഇങ്ങനെ. ഞാൻ കരഞ്ഞതേ സന്തോഷം കൊണ്ടാണ്. സന്തോഷം കൊണ്ടാണെങ്കിലും ഈ കണ്ണ് നിറയുന്നത് എനിക്ക് സങ്കടമാണ്. കാശി അവളെ ചേർത്ത് പിടിച്ചു. കണ്ണേ, നമുക്ക് സ്നേഹിച്ചാലോ? എന്നെ ഏർമാടത്തിൽ കൊണ്ടുപോകുമോ കാശിയേട്ടാ? അത് വേണോ കണ്ണാ? ഇപ്പോൾ പനി മാറിയതേ ഉള്ളൂ. ഏർമാടത്തിൽ പോയാൽ അവിടെ തണുപ്പല്ലേടാ? പെണ്ണ് കൊഞ്ചിക്കൊണ്ട് അവൻ്റെ മേലേക്ക് കയറി കിടന്നു. തണുപ്പ് മാറ്റാൻ എൻ്റെ കാശിയേട്ടനുണ്ടല്ലോ, പോകാം പ്ലീസ്. കാശി അവളെ ഒതുക്കി ചേർത്ത് പിടിച്ച് കണ്ണുകളിൽ പ്രണയം നിറച്ച് തന്നെ നോക്കുന്ന പെണ്ണിനെ അതേ ഭാവത്തിൽ അവനും നോക്കി. പോകാം, വേഗം റെഡിയായിക്കോ. അതും പറഞ്ഞ് അവളെയും കൊണ്ട് മറിഞ്ഞു. അവൾക്ക് ഒരുപാട് ഭാരം കൊടുക്കാതെ പുറത്ത് കിടന്നു. എനിക്ക് എന്തിഷ്ടമാണെന്നോ എൻ്റെ കണ്ണനെ. എനിക്കെൻ്റെ കാശിയേട്ടനെയും ഒരുപാട് ഇഷ്ടമാണ്. അവൻ്റെ മുഖം മുഴുവൻ ചുംബിച്ചു. ഒരുപാട് നേരം പരസ്പരം പുണർന്നു കിടന്നു. കണ്ണാ, ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് പലതും തോന്നുന്നു. അവളുടെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്ത് മുത്തി വിട്ടു കാശി. അവളെ അമർത്തിപ്പിടിച്ചു. കടിച്ച് തിന്നാൻ തോന്നുവാ പെണ്ണേ, നീ എന്നെ നോക്കി കൊതിപ്പിക്കല്ലേ ഇങ്ങനെ. കൂട്ടുകാരിയോട് എന്തൊക്കെ പറഞ്ഞു? കളിയായി കാശി ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല, അത് കള്ളം. ഈ സുഖത്തെക്കുറിച്ച് ചോദിച്ചില്ലേ? പെണ്ണിനെ ഒന്ന് ഇറക്കി കിടത്തിയിട്ട് കാശി ചോദിച്ചു. കൺമണി മുഖം കൂർപ്പിച്ചു. ആ, അതാണ്. അത് പിന്നെ ചോദിക്കാതിരിക്കുമോ? അങ്ങനെ ആവണമെങ്കിൽ പേര് രാധയല്ലെന്നാവണം. വേറെ എന്തൊക്കെ ചോദിച്ചു രാധ? എന്നിട്ട് നീ പറഞ്ഞോ? ഇല്ല, നിനക്കതിനുള്ള പ്രായമായില്ലെന്ന് പറഞ്ഞു. ആഹാ, അത്രയൊക്കെ പറഞ്ഞോ? പറഞ്ഞു കാശിയേട്ടാ. കാശിയുടെ കൈ അനുസരണയില്ലാതെ അവളുടെ ശരീരത്തിൽ കൂടി ഇഴഞ്ഞു കുസൃതി കാട്ടി. അവൾ കൈ തടഞ്ഞു വെച്ചു. കാശി പിണക്കത്തോടെ കൺമണിയെ നോക്കി. നമുക്ക് പോകാൻ റെഡിയാകാം കാശിയേട്ടാ. ഇനിയും ഇങ്ങനെ കിടന്നാൽ പോക്ക് നടത്തില്ല. അതെന്താ കുഞ്ഞെ, കാശിയേട്ടൻ വെറുതെ കിടക്കുകയല്ലേ? എന്നാൽ വേഗം റെഡിയായി വാ. ഏകദേശം 10 മണിയോടെ രണ്ടുപേരും ഇറങ്ങിയതും രണ്ടുപേരും കൂടി ബുള്ളറ്റിൽ പുറപ്പെട്ടു. വയലേലകളെ തഴുകി എത്തുന്ന കാറ്റിൽ ശരീരം കുളിർന്ന് വിറച്ചു. കൺമണി കാശിയെ അമർത്തി പിടിച്ചിരുന്നു. ദൂരെ ഏറുമാടത്തിൽ ചെറിയ വെളിച്ചം കണ്ടു. ബുള്ളറ്റ് നിർത്തി ഏറുമാടത്തിൽ കയറുമ്പോൾ കൺമണി കണ്ടു. അവിടെ ചെറിയ ഡിംലൈറ്റും മടക്കി വെച്ച മെത്തയും 2 പില്ലോയും പിന്നൊരു കർട്ടനും. കാശിയേട്ടാ, ഇതൊക്കെ എപ്പോൾ? കണ്ണ് വിടർത്തിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്. എൻ്റെ കണ്ണൻ്റെ ആഗ്രഹം സാധിച്ചു തരാതിരിക്കുമോ? കുറച്ചു നേരം രണ്ടുപേരും പുറത്ത് കാറ്റേറ്റിരുന്നു. കണ്ണാ, കാറ്റുപോലും നേർത്ത ഉച്ച കാശിയിൽ നിന്നും കേട്ടതും കൺമണിയുടെ ഉടലാകെ വിറച്ചുപോയി. കാതിന് പിന്നിൽ അവൻ്റെ ചുണ്ടുകളുടെ തണുപ്പറിഞ്ഞു കൺമണി. അവൻ കഴുത്ത് വെട്ടിച്ചു. പിന്നിലേക്ക് വലത് കൈ താങ്ങി വെച്ച് കഴുത്തിൻ്റെ പുറകിൽ മലർത്തിയിരുന്നു. കാശിയുടെ ചുണ്ട് അവളുടെ കഴുത്തിലൂടെ സഞ്ചരിച്ചു. ഇടയ്ക്ക് പല്ലുകൾ ആഴ്ത്തിയും ചുണ്ടിനാൽ ഒഴിഞ്ഞും നാവിനെ ഉമിനീരിൽ ചേർത്ത് തഴുകിയും കാശി അവളെ തളർത്തി. കാശി അവളെ കിടത്തി. അടുത്തായി അവനും കിടന്നു. അതിനു മുന്നേ അവൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി വെച്ചു. കൺമണി അവനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അവൻ്റെ രോമം നിറഞ്ഞ മാറിൽ മുഖമിട്ടുരസി പല ആവർത്തി ചുണ്ടു ചേർത്തു. അവൻ്റെ കഴുത്തിൽ അവളുടെ ചുണ്ട് പതിഞ്ഞു. അവൻ്റെ ഇളം പിങ്ക് നിറത്തിലുള്ള ചുണ്ടിൽ കൺമണി ചുണ്ട് ചേർത്ത് വെച്ചു. കാശി കൺമണിയെ അവൻ്റെ മേലെയാക്കി. കൺമണി കാശിയുടെ ചുണ്ട് ആവേശത്തോടെ നുണഞ്ഞു. അവനെ പൂർണ്ണമായി അവൾക്കായി വിട്ടുകൊടുത്തു കാശി. അവൻ്റെ രോമം നിറഞ്ഞ മാറിൽ മുഖമിട്ടുരസി പല ആവർത്തി ചുണ്ട് ചേർത്തു. അവൻ്റെ കഴുത്തിൽ അവളുടെ ചുണ്ട് പതിഞ്ഞു. അവൻ്റെ ഇളം പിങ്ക് ചുണ്ടിൽ കൺമണി ചുണ്ട് ചേർത്ത് വെച്ചു. കാശി കൺമണിയെ അവൻ്റെ മേലെയാക്കി.
കൺമണി കാശിയുടെ ചുണ്ട് ആവേശത്തോടെ നുണഞ്ഞു. അവനെ പൂർണ്ണമായി അവൾക്കായി വിട്ടുകൊടുത്തു കാശി. ചുണ്ടിൽ നിന്നും മുഖത്തും നെറുകിലും കാതിലും കഴുത്തിലും ഇഴഞ്ഞു പെണ്ണിൻ്റെ ചുണ്ട്. ഒടുവിൽ ചുണ്ടും ചുണ്ടും തമ്മിൽ ആവേശത്തോടെ ചുംബനം കൈമാറി. കാശി അവളുടെ നാവിനെ ചുഴറ്റിയെടുത്തു. ഉമിനീര് പരസ്പരം കൈമാറി. അവളുടെ ചുണ്ടിൽ കാശിയുടെ പല്ലുകൾ പലവട്ടമായിരുന്നു. ചോരയുടെ ചവർപ്പ് ഇരുവരും അറിഞ്ഞു. ഒടുവിൽ തളർച്ചയോടെ അവൻ്റെ മാറിൽ വീണു കൺമണി. കണ്ണേ, തളർന്നു പോയോ? ആദ്യത്തെ ആവേശം കണ്ടപ്പോൾ ഞാൻ കരുതി എൻ്റെ കണ്ണൻ ഇന്നൊരു ബാലങ്കേനായരാകുമെന്ന്, എൻ്റെ പലതും കവർന്നെടുക്കുമെന്ന്. ഇതിപ്പോൾ തുടക്കത്തിൽ തന്നെ ആവേശം ചോർന്നു പോയോ? കാശി അവളെ കളിയാക്കി. കൺമണി ചുണ്ടു കൂർപ്പിച്ചു വെച്ചു. എനിക്ക് പിണക്കാണ് കാശിയേട്ടനോട്. അവന് ചിരി വന്നു. എന്തിനാ കണ്ണാ എന്നെ കളിയാക്കുന്നതിന്? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ കുഞ്ഞേ. കാശിയേട്ടൻ്റെ കണ്ണനെ അല്ലാതെ ഞാൻ ആരെയെ കളിയാക്കാൻ? അവളെ അടുത്ത് ചേർത്തിരുത്തി. കാശിയുടെ രോമം നിറഞ്ഞ മാറിൽ കൺമണി മുഖം പൂഴ്ത്തി. എൻ്റെ കൊച്ചേ, എന്നായി ചുഴറ്റി വലിക്കുന്നേ? വേദനിക്കുന്നു. എനിക്ക് ഇഷ്ടമാ. ആണോ? എത്ര ഇഷ്ടം? ഒരുപാട് ഇഷ്ടം. എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ കണ്ണും മൂക്കും മൂക്കുത്തിയും ചുണ്ടും. പിന്നെ അവൻ്റെ കൈ അവളുടെ മാറിലൂടെ ഇഴഞ്ഞു പൊക്കിൾ ചുഴിയും കടന്നപ്പോൾ കൺമണി കയ്യിൽ പിടിച്ചു വെച്ചു. ഒരിക്കൽ മുറിഞ്ഞുപോയ ചുംബനത്തിൻ്റെ ബാക്കി പത്രം പോലെ കൺമണി കാശിയുടെ ചുണ്ടിൽ ചുംബിച്ചു. അവൻ്റെ ചുണ്ടിൽ പതിയെ പല്ലുകൾ താഴ്ത്തി. തളർന്നു തുടങ്ങിയതും അവൾ കാശിയുടെ മാറിൽ തലവെച്ച് കിടന്നു. ഏറുമാടത്തിൻ്റെ സൈഡിലുണ്ടായിരുന്ന കർട്ടൻ അവൻ താഴ്ത്തിയിട്ടു. പിന്നെ റാന്തൽ വിളക്ക് ചെറുതായി തെളിയിച്ച് വെച്ചു. കൺമണിയുടെ ഡ്രസ്സ് ഓരോന്നായി അഴിച്ചു മാറ്റി. നാണിച്ചു മുഖം പൊത്തിയ പെണ്ണിൻ്റെ കൈകൾ പിടിച്ചു മാറ്റി. ഞാനൊന്ന് കണ്ടോട്ടെ കൊച്ചേ ഈ വെട്ടത്തിൽ. അവളുടെ ശരീരം മുഴുവനും ചുണ്ടും നാവും കൊണ്ട് തഴുകി. അവൻ്റെ വിരലുകൾ കൺമണിയിൽ ഇഴഞ്ഞു. പെണ്ണ് പുളഞ്ഞുപോയി. ഇടയ്ക്കിടയ്ക്ക് കാശിയുടെ പേര് വിളിച്ചു പറയുന്നുണ്ട്. നാവുകൊണ്ട് അവളുടെ ആഴങ്ങളെ അളക്കുമ്പോൾ അവൻ്റെ തലയിൽ അവൾ അമർത്തിപ്പിടിച്ചു. അവൻ്റെ ചുണ്ടും നാവും രതിയുടെ മൂർധന്യത്തിലെത്തിയപ്പോൾ അവൾ വില്ലുപോലെ വളഞ്ഞുപോയി. കാശിയേട്ടാ, പെണ്ണ് പുലമ്പിക്കൊണ്ടേയിരുന്നു. അവളുടെ പറച്ചിലും മൂളിച്ചയും ശീൽക്കാരവും അവനെ ആവേശം കൊള്ളിച്ചു. പെണ്ണിൻ്റെ ഇരുമാറിടങ്ങളെയും അവൻ കൈകൾ കൊണ്ട് ഞെരിച്ചുടച്ചു. അവൻ്റെ ചുണ്ടും നാവും നൽകുന്ന സുഖം അവളെ തളർത്തിക്കൊണ്ടിരുന്നു. കാശി അവൻ്റെ മുഖം അവളുടെ മാറിൽ ചേർത്തു. അപ്പോഴേക്കും അവൻ പൂർണ്ണമായും അവളിലേക്ക് പ്രവേശിച്ചു. ഇരുമാറും നുണയുന്നതിനോടൊപ്പം അവൻ്റെ ശരീരവും ഉയർന്നു താണു. കൺമണി അവൻ്റെ തോളിലും കഴുത്തിലും മാറി മാറി ചുംബിച്ചു. അവൻ്റെ പുറത്ത് നഖങ്ങളാഴ്ത്തി രസച്ചരട് പൊട്ടാതെ നോക്കുന്നുണ്ട്. കാശിയുടെ ശരീരത്തിന് വേഗതയേറി. കൺമണി പൊളഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ കാശിയുടെ ശരീരം ഒന്ന് വെട്ടിവിറച്ച് അവളുടെ മേലേക്ക് വീണു. കൺമണി തളർച്ചയോടെ അവൻ്റെ പുറത്തുനിന്നും കൈ അയച്ചു. കണ്ണുകൾ മേൽപോട്ട് കൂമ്പിയടഞ്ഞു. കാശി അവളുടെ മേലെ നിന്നും ഇറങ്ങിക്കിടന്നു. തളർന്നു പാടിയ പെണ്ണിനെ കൈക്കുഴിയിൽ കയറ്റി കിടത്തി ഷീറ്റ് പുതച്ചു. നെറ്റിയിൽ ചുണ്ടു ചേർത്തു. കണ്ണേ, നേർത്തൊരു മൂളൽ. എന്തേ, തളർന്നു പോയോ? മലർന്നു കിടന്ന് അവളെ അല്പം ഉയർത്തി നെഞ്ചിൽ ചേർത്ത് കിടത്തി. 3 മണിയോടുകൂടി വല്ലാത്ത തണുപ്പ് തോന്നി. കാശി ഉണർന്നു. കണ്ണൻ അപ്പോഴും പുതച്ചു സുഖമായി ഉറങ്ങുന്നു. കാറ്റിൽ കർട്ടൻ ഇളകുമ്പോൾ അകത്തേക്ക് തണുത്ത കാറ്റ് വീശുന്നുണ്ട്. കണ്ണേ, അവളെ തട്ടി വിളിച്ചു. നേരം ഒരുപാടായി കുഞ്ഞേ, നമുക്ക് പോവണ്ടേ? വയലിലെ പണിക്ക് ആൾക്കാർ വരും കണ്ണാ. കൺമണി ഒറ്റ കണ്ണ് തുറന്ന് കാശിയെ നോക്കി. പിന്നെ അവനെയും വലിച്ച് ഷീറ്റിനുള്ളിൽ കയറി മാറിൽ മുഖം അമർത്തി കിടന്നു. അത് കണ്ടപ്പോൾ കാശിക്ക് ചിരി വന്നു. എൻ്റെ പൊന്നെ, അവളെ അമർത്തിപ്പിടിച്ച് കഴുത്തിലും മാറിടക്കിലും ഉമ്മ വെച്ചു. പോകാം കണ്ണാ, ബാക്കി വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം പോരേ? ഇപ്പോഴെൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ് വായോ. കൺമണി ഷീറ്റും വലിച്ച് എഴുന്നേറ്റിരുന്നു. കാശി വസ്ത്രങ്ങൾ തപ്പിപ്പിടിച്ച് അവൾക്കിട്ട് കൊടുത്തു. കാശി ഡ്രസ്സും മാറി അവിടെയുള്ള സാധനങ്ങൾ ബാഗിലാക്കി ബുള്ളറ്റിനു പിന്നിൽ വെച്ചു. പകുതി ഉറക്കമാണ് കണ്ണനെപ്പോഴും. ബുള്ളറ്റിൻ്റെ ഫ്രണ്ടിലിരുത്തി കാല് കാശിയുടെ ഇടുപ്പിൽ ക്രോസ് ചെയ്ത് വെച്ചു. അവൻ്റെ തോളിൽ കയ്യും ചുറ്റി നെഞ്ചിൽ തല ചേർത്ത് വെച്ചുറങ്ങി. വളരെ സാവധാനത്തിലാണ് കാശി വണ്ടി ഓടിച്ചത്. വീടെത്തി തോളിൽ ബാഗും ഇടുപ്പിൽ പെണ്ണിനെയും കൊണ്ട് വല്ല വിധേനയും കതകു തുറക്കാൻ നോക്കുമ്പോൾ അമ്മാവൻ കതകു തുറന്നു. കണ്ടപ്പോഴേ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. പെണ്ണിനെ കൊണ്ട് ബെഡിൽ കിടത്തി AC അഡ്ജസ്റ്റ് ചെയ്ത് കാശിയും കയറി കിടന്നു. സൂര്യപ്രകാശം കണ്ണുകളിൽ അടിച്ചപ്പോൾ മുഖം ചുളിച്ചുകൊണ്ട് ഞരങ്ങിക്കിടന്നു. കാശിയെ അടുത്ത് കൺമണിയും കിടന്നു. കണ്ണെത്തിച്ചു നോക്കുമ്പോൾ സമയം 9 മണി. കാശിയേട്ടാ, നേരെ ഒരുപാടായി. ചാടി ഓടി വാഷ്റൂമിൽ കയറി കുളിച്ചു വന്ന് വേഷം മാറി. കാശിയേട്ടൻ എണീറ്റേ, എൻ്റെ കൂടെ താഴേക്ക് വാ. ഞാൻ ഒറ്റയ്ക്ക് പോകില്ല. എൻ്റെ കണ്ണാ, നീ എന്നെ ഉറങ്ങാൻ വിടില്ലേ? ഇല്ല. കൺമണി ചുണ്ട് കൂർപ്പിച്ചു. ചുണ്ടിങ്ങനെ കൂർപ്പിച്ചാൽ ഞാൻ വല്ലതും ചെയ്യും. കാശി ചുണ്ട് കടിച്ചു പിടിച്ച് പറഞ്ഞു. ഈ കാശിയേട്ടൻ
എന്താ കണ്ണാ? ഇന്നലെ എന്തൊക്കെയാ എൻ്റെ കുഞ്ഞ് വിളിച്ച് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? കാശിയേട്ടാ, ഇനിയും കൺമണി കാശിയുടെ വാ പൊതിഞ്ഞു പിടിച്ചു. പ്ലീസ് എൻ്റെ കൂടെ വാ. പെണ്ണിനെ നോക്കി കണ്ണ് ചിമ്മി വലിച്ചു നെഞ്ചിലേക്കിട്ടു കാശി. കാശി എഴുന്നേറ്റ് ബോക്സറുമിട്ട് വാഷ്റൂമിൽ പോയി വന്നു. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ കണ്ടു ചുണ്ടിലും കഴുത്തിലും തോളിലുമൊക്കെ ചുവന്ന പൊട്ടിയ പാട്. ചുണ്ടിൻ കോണിലൂറിയ പുഞ്ചിരിയെ സമർത്ഥമായി ഒളിപ്പിച്ചു. എൻ്റെ കണ്ണാ, നീ എൻ്റെ കോലം കണ്ടോ? അവൻ്റെ ശരീരത്തിലെ ചുവന്ന പാടുകളിലേക്ക് കൺമണി നോക്കി. നീയൊരു പീഡന വീരയാണെന്ന് കണ്ടാൽ തോന്നുമോ? കാശി കളിയാക്കി. കാശിയേട്ടാ, കളിയാക്കല്ലേ. എന്നാലും ഞാൻ ഈ കോലത്തിൽ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും കണ്ണാ? കാശിയേട്ടൻ്റെ പുറത്ത് മാത്രമല്ല, എൻ്റെ മേത്ത് മുഴുവനും ഇതിനേക്കാൾ വലിയ പാടാണ്. കാണണോ? കൺമണി ചുണ്ടും കൂർപ്പിച്ചു പറഞ്ഞപ്പോൾ വേണം, എനിക്ക് കാണണം, കാശി പറഞ്ഞു. പെട്ടെന്നുള്ള ആവേശത്തിൽ അങ്ങനെ ചോദിച്ചതാണ്. അടുത്തേക്ക് വന്ന് ടേബിളിനോട് ചേർന്ന് അമർത്തി നിർത്തി പെണ്ണിനെ. ഞാൻ കാണാത്തതായി എന്തെങ്കിലും ഉണ്ടോ കണ്ണാ? മീശത്തുമ്പു കടിച്ച് ചുണ്ടുള്ളിലാക്കി കാശി ചോദിച്ചു. എല്ലാത്തിൻ്റെയും വ്യക്തമായ പിക്ചർ എൻ്റെ ഇവിടെ തന്നെയുണ്ട്. ഇടനെഞ്ചിൽ കൈ ചേർത്ത് പറയുന്നവനെ പെണ്ണ് പ്രണയത്തോടെ നോക്കി നിന്നു. അവളുടെ കവിൾ വലിച്ചു വിട്ടു. കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. തന്നോടുള്ള പ്രണയ ചുവപ്പിൽ മുങ്ങി നിൽക്കുന്നവളെ എത്ര ഞെക്കിപ്പിടിച്ചിട്ടും മതിയാവാത്തതുപോലെ കാശിക്ക് തോന്നി. കുട്ടാ. താഴെ നിന്നും അമ്മയുടെ വിളി കേട്ട് കാശി കൺമണിയിൽ നിന്നും അകന്നു മാറി. ടീഷർട്ട് ഇട്ടുകൊണ്ട് രണ്ടുപേരും താഴേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാളെ ബാംഗ്ലൂർക്ക് പോകുന്ന കാര്യം കാശി പറഞ്ഞത്. അത് കേട്ടതും അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം പെണ്ണിൽ കെട്ടടങ്ങി. കുറച്ച് അവിടെയും ഇവിടെയുമായി നിന്നാലേ കാര്യങ്ങൾ നടന്നു പോകൂ അമ്മാവാ. ഒരാഴ്ച കഴിഞ്ഞ് ഞാനിങ്ങി പോരും. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൺമണി ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോയി. എന്താ കുട്ടാ, അവൾക്ക് നല്ലോണം വിഷമമായി എന്ന് തോന്നുന്നു. വിവാഹം കഴിഞ്ഞ് അധികമൊന്നും ആയില്ലല്ലോ. നീ ഇവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ വീർത്തിരിക്കുന്ന മുഖം കാണേണ്ടി വരും. ഒരാഴ്ച ഞാൻ പോകുമ്പോൾ അവളെയും കൊണ്ടുപോകുന്നുണ്ടമ്മാവാ. അവളോട് പറഞ്ഞില്ല, സർപ്രൈസായി വെച്ചിരിക്കുകയാണ്. നാളെ എൻ്റെ കൂടെ കൺമണിയും കാണും. കമ്പ്യൂട്ടർ ക്ലാസ് തുടങ്ങാൻ എന്തായാലും ഈ മാസം കഴിയും. അപ്പോൾ പിന്നെ പോകുമ്പോൾ കൂടെ കൂട്ടാമെന്ന് കരുതി. അത് നന്നായി, അവൾക്കും അത് സന്തോഷമാവും. കൺമണി റൂമിൽ ചെന്ന് ബെഡിൽ കയറി കിടന്നു. ഇടയ്ക്കിടയ്ക്ക് പിറുപിറുക്കുന്നുണ്ട്. കാശി റൂമിൽ ചെന്ന് ഡോർ ലോക്ക് ചെയ്തു. കൊണ്ടുപോകാനുള്ള ട്രാവൽ ബാഗ് ബെഡിനടിയിൽ നിന്നും പുറത്തെടുത്തു. കാശിയുടെ ഡ്രസ്സ് അതിനുള്ളിലേക്ക് അടുക്കി വെച്ചു. കൺമണി എല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതെ കിടന്നു. അവൾക്ക് കരച്ചിൽ വന്ന് പൊട്ടിപ്പോയി. പെണ്ണിൻ്റെ ശരീരം ഉലയുന്നത് കണ്ടപ്പോൾ മനസ്സിലായി കരയുവാണെന്ന്. കണ്ണയെ അവളെ തിരിച്ചു കിടത്തി. എന്നാൽ പെണ്ണ് ബലം പ്രയോഗിച്ച് കിടന്നു. ആഹാ, അപ്പോൾ ബലപ്രയോഗമാണോ? കാശി അവളെ എടുത്ത് തിരിച്ചു കിടത്തി. എന്നെ വിടൂ കാശിയേട്ടാ. കാശിയേട്ടന് എന്നെ ഇഷ്ടമല്ല. ഈ കാണിക്കുന്ന സ്നേഹം പൊള്ളയാണ്. ആണോ? കാശി അവളെ ഇക്കിളിയിട്ട് ചിരിപ്പിച്ചു. കണ്ണേ, വേണ്ട, എന്നെ വിളിക്കണ്ട. രാവിലെ ഞാൻ പോകും. പക്ഷേ എൻ്റെ കൂടെ കണ്ണനും കാണും. കണ്ണുകൾ വിടർന്നു പെണ്ണിൻ്റെ. സത്യം? ഞാൻ കുഞ്ഞിനോട് കള്ളം പറയുമോ? ദേ, ഞാൻ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി എന്തൊക്കെ വേണമെന്നൊന്ന് നോക്കിക്കേ. കാശി പറയുന്നത് കേട്ട് കൺമണി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു. ആ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ജ്വലിച്ചു നിന്നു. ഒരാഴ്ച നമ്മൾ ബാംഗ്ലൂരാണ്. അത് കഴിഞ്ഞ് തിരികെ വരും. അപ്പോൾ ഇതുപോലെ പിണങ്ങരുത്. പിന്നെ ഞാൻ തനിയെയാവും പോകുന്നത്. ഇടയ്ക്ക് ഇതുപോലെ യാത്രയാക്കാം. എല്ലാം കേട്ട് തലയാട്ടി സമ്മതിച്ചു. ഞാൻ അമ്മയോടും അച്ഛനോടും പോയി പറയട്ടെ. സന്തോഷം കൊണ്ട് കാശിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ബെഡിൽ നിന്നും ചാടി ഇറങ്ങി താഴേക്ക് പോയി. വിശ്വ, ഞാൻ ഏകദേശം വൈകുന്നേരത്തോടെ അവിടെ എത്തും. ആഹാ, നിന്റെ കണ്ണിന് സന്തോഷമായി കാണുമല്ലോ. വിശ്വം ചിരിച്ചു. ഒരുപാട് സന്തോഷം. പെണ്ണ് നിലത്തൊന്നുമല്ല. കാശി, അഞ്ജലി വിളിച്ചിരുന്നു. ഞാനും നീയും ചേർന്ന് ബിസിനസ് തുടങ്ങിയ വിവരം അവൾ അറിഞ്ഞിട്ടുണ്ട്. അവളെ പങ്കെടുപ്പിക്കാത്തതിൻ്റെ പരാതി പറയുന്നതിന് വേണ്ടി വിളിച്ചതാണ്. അതിനവൾ US പോയെന്നല്ലേ? കാശിക്ക് സംശയം മാറിയില്ല. അതാണ് ഞാനും ആലോചിക്കുന്നത്. അവൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന ആരോ ഉണ്ട്. വീണ്ടും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അവളെ വിളിക്കാത്തത് എന്താണ്? അവളെയും കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചായിരുന്നു ബഹളം. എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കണം കാശി. ഇതേ സമയം ബാംഗ്ലൂർ നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് കാശിയെയും വിശ്വത്തെയും കുരുക്കുന്നതിനുള്ള പദ്ധതികൾ മെനയുകയായിരുന്നു അഞ്ജലി. നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വത്തും പണവും സ്വാധീനവും ഉണ്ടല്ലോ അഞ്ജലി. പിന്നെന്തിനാ ഇവന്മാരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അഞ്ജലി മാറ്റിവെച്ച ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നുകൊണ്ട് യൂസഫ് ചോദിച്ചു. എനിക്ക് പണത്തിനോടും ബിസിനസ്സിനോടും ഒന്നും ആർത്തിയില്ല യൂസഫ്. പക്ഷേ കാശി, അവനെൻ്റെ ശരീരത്തിലെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്നു. അവനെക്കുറിച്ച് പറയുമ്പോൾ അവളിലുണ്ടാകുന്ന മാറ്റം യൂസഫ് ശ്രദ്ധിച്ചു. അവനെയൊന്ന് എനിക്ക് വേണം. ഇത്രയും വർഷമായി ഞാൻ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ മോഹമാണ് കാശിനാഥൻ. അവനെ വിട്ടുകളയില്ല ഞാൻ.
അവൻ എൻ്റെയാണ്, അല്ലാതെ ഒരു കൺമണിക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അവൻ എൻ്റെയാണ്. കയ്യിലിരുന്ന ഗ്ലാസ് അപ്പാടെ വായിലേക്ക് കമഴ്ത്തി അഞ്ജലി. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രപ്രിയയും വേൾഡ് ഓഫ് രുദ്രപ്രിയയും 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.